വിദഗ്ധരായ ടെക്നീഷ്യന്മാർ പോലും നിങ്ങളോട് പറഞ്ഞു തരാത്ത ലൈഫ് ഹാക്സ്. അടുക്കളയിലെ ടാപ്പിൽ നിന്ന് വെള്ളം ലീക്കാകുന്നുണ്ടെങ്കിൽ ഒരു അലൻ കീ ഉപയോഗിച്ച് ടാപ്പിന്റെ സ്ക്രൂ അഴിച്ച് ടാപ്പ് ഉയർത്തുക. അതിനുള്ളിലെ ചെറിയ ബെൽറ്റിൽ അല്പം സീഹിംഗ് ടേപ്പ് ചുറ്റുക. ശേഷം ബെൽറ്റ് പഴയതുപോലെ തന്നെ ഉറപ്പിക്കുക. ടാപ്പ് തിരികെ വെച്ച് സ്ക്രൂ മുറുക്കിയാൽ ലീക്ക് നിൽക്കും. ഷവർ ഹെഡിൽ നിന്ന് വെള്ളം ലീക്കാകുന്നുണ്ടെങ്കിൽ ആദ്യം ഷവർ ഹെഡും ഹോസും വേർപെടുത്തുക. അതിലെ സീലിംഗ് ഗ്യാസ്കറ്റ് മാറ്റിയ ശേഷം ഹോസിനുള്ളിലെ പൈപ്പ് പുറത്തെടുക്കുക. പൈപ്പിലെ ലീക്കുള്ള ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം ഹോസ് പഴയതുപോലെ തന്നെ ഘടിപ്പിക്കുക. ഇപ്പോൾ ലീക്കുണ്ടാവില്ല. ക്ലോസറ്റ് ടാങ്കിനുള്ളിലെ വാട്ടർ കൺട്രോളർ എടുത്ത ശേഷം അതിന്റെ സ്വിച്ചുകൾ താഴെയാക്കുക. ഇതോടെ വെള്ളത്തിന്റെ പ്രഷർ വർദ്ധിക്കും. അതിലെ വാഷറിനുള്ളിലെ മണ്ണുമഴുക്കും കഴുകി വൃത്തിയാക്കി പഴയപടി തന്നെ തിരികെ വയ്ക്കുക. ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഫ്ലോട്ട് ലെവൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ ടാങ്ക് ലീക്കും വെള്ളത്തിന്റെ പ്രഷർ കുറവും പരിഹരിക്കപ്പെടും. ടാപ്പിലെ പിടിയുടെ അടിഭാഗത്തുകൂടെ വെള്ളം ലീക്കാകുന്നുണ്ടെങ്കിൽ ടാപ്പിന്റെ മുകളിലെ ചെറിയ ക്യാപ്പ് മാറ്റി സ്ക്രൂ അഴിക്കുക. ശേഷം ടാപ്പിന്റെ പിടി മാറ്റി സ്പാനർ ഉപയോഗിച്ച് ടാപ്പിന്റെ വാൽവ് നന്നായി മുറുക്കുക. പിടി പഴയതുപോലെ തന്നെ ഉറപ്പിച്ചാൽ ലീക്ക് നിൽക്കും. വാഷിംഗ് മെഷീൻ ലീക്കാകുന്നുണ്ടെങ്കിൽ മെഷീന്റെ പിൻഭാഗത്തെ കവർ അഴിച്ച് ഡ്രെയിനേജ് പൈപ്പിന്റെ സ്വിച്ച് ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുക്കുക. അതിനുള്ളിലെ അഴുക്കുകൾ നീക്കം ചെയ്ത ശേഷം സ്വിച്ച് പഴയതുപോലെ തന്നെ വലത്തോട്ട് തിരിച്ച് മുറുക്കുക. ഇതോടെ വാഷിംഗ് മെഷീനിലെ ലീക്ക് മാറിക്കിട്ടും. കൂടുതൽ ലൈഫ് ഹാക്സ് പഠിക്കാൻ പേജ് ഫോളോ ചെയ്തോളൂ.